എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നരേന്ദ്രമോദി ഇട്ട പോസ്റ്റ് നമുക്ക് കാണാം. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ യുവജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ ഭാവിയേക്കാളും പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ല. സീരിയസ്ലി, ശരിക്കും സത്യം. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ടട്ടാ. ആള് ചോദ്യപേപ്പർ ചോർച്ച കേസുകൾ ഉൾപ്പെട്ടവർക്കെതിരെ വേഗത്തിലും കർശനമായും ശിക്ഷ ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 80-82 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുള്ളത്. അത് പിന്നെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിലുള്ള ചോർച്ചയുടെ കാര്യം പറഞ്ഞത്. ലാസ്റ്റ് ഒരു 4-5 കൊല്ലത്തിനിടയിൽ 52 തവണയാണ് ചോർന്നിട്ടുള്ളത്. ഈ ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി അവിടെ വരുന്നതെന്ന്. ഇപ്പോഴാണോ മോദിജിക്ക് ഈ ഭാവിയെ പറ്റിയുള്ള ചിന്ത ഇതൊക്കെ ഉണർന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. പിള്ളേര് നിരത്തിലിറങ്ങി തല്ലുകൊള്ളേണ്ടി വന്നപ്പോഴാണോ അങ്ങയുടെ കണ്ണ് തുറന്നത്? ബാക്കി എന്തായാലും വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യമായ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണിത്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവരാണ്. അവരുടെ ആദ്യത്തെ താല്പര്യം നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അങ്ങനെ എടുത്ത് വെളി കളയാന്നുള്ളതാണ്. അതിനെന്തെങ്കിലും നടപടികൾ ഉണ്ടോ? ഇല്ല. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള നടപടികളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ യാതൊരു കാരണവശാലും വെറുതെ വിടുകയില്ല. നിങ്ങൾ ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. നിങ്ങൾ തന്നെയാണ് ഭാവി തകർക്കാൻ ശ്രമിക്കുന്നത്, വേറെ ആരുമല്ല. സ്വയം കണ്ണാടി നോക്കി പറയുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.